ഗിരിയേട്ടന്റെ മനസ്സിന് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഗിരിയേട്ടന് അതെന്നോട് തുറന്നു പറയാം. അല്ലാതെ എല്ലാ വിഷമം കൂടി ഗിരിയേട്ടൻ ഒറ്റയ്ക്ക് മനസ്സിലെടുത്ത് വെക്കരുത്. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഈ അതിക്രമം കാണിച്ചത്? ഇന്ദ്രനെ കൂടെ നിർത്തണമെങ്കിൽ അതാവശ്യമാണ്. അവരുടെ ശവം കാണാതെ അവൻ അടങ്ങില്ല. അവനെ കൂടെ നിർത്തണമെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത്? ഇന്ദ്രന്റെ പക എനിക്ക് മനസ്സിലാക്കാം, പക്ഷെ അതിപ്പോ തീർക്കാൻ നിന്നല്ലേ നഷ്ടം നമുക്കാ. എടാ മോനെ, ഞാനത് നിന്നോട് ആവർത്തിച്ച് പറഞ്ഞതല്ലേ, ഇതിന് നീ അതൊക്കെ മറന്നുപോയോ? എടാ പക വീട്ടാം, സാഹചര്യം വരട്ടെ. സമയാവുമ്പോ ഞാൻ തന്നെ സാഹചര്യം ഒരുക്കിത്തരാം. അതുവരെ ഞാൻ പറയാതെ എടുത്തു ചാടി ഒന്നും ചെയ്തേക്കരുത്, കേട്ടല്ലോടാ? മോന് മനസ്സിലായില്ലേ? നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ശേഷം എൻ്റെ പിള്ളേര് ഇത്രത്തോളം സന്തോഷം അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. ഇതെല്ലാം പാറുവിൻ്റെ മിടുക്ക, അവളുടെ സ്നേഹം. പാറു വരുന്നവരെ നിങ്ങളുടെ കുറവ് അറിയിക്കാതിരിക്കാൻ ഞാനായിരുന്നു അവരുടെ അമ്മ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവർക്ക് ശരിക്കും ഒരു അമ്മയെ കിട്ടി. നിങ്ങൾ എൻ്റെ കൂടപ്പിറപ്പൊക്കെ നഷ്ടപ്പെടുത്തിയതിൻ്റെ 1000 ഇരട്ടി സ്നേഹം പാറു ഇപ്പോ അവർക്ക് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു പോയ ദുരിതകാലമൊക്കെ മാറുക. ഈ വീട്ടില് ഇപ്പൊ സമാധാനം വന്നിരിക്കുക പാറുവിന്റെ വരവോടെ. എനിക്ക് എൻ്റെ പിള്ളേരെ കുറിച്ച് ഓർത്ത് ഇപ്പൊ ഒരു പേടിയില്ല, ഒരു വിഷമവുമില്ല. അവർക്കിനി നല്ല കാല വരാൻ പോകുന്നു. നിങ്ങൾ നോക്കിക്കോ. ഗിരിയേട്ടാ, ആരോടെ ഈ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നേ? അല്ല, അത് പിന്നെ വെറുതെ. ഞാൻ കണ്ടു, പക്ഷെ കണ്ടപ്പോ ഇത്തിരി വൈകിപ്പോയി, മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. ഈ മരത്തെ നോക്കിയായിരുന്നല്ലോ സംസാരം. മരത്തിൽ ആരിയ്ക്കുന്നു ഈ സംസാരം കേൾക്കാൻ? അത് പറു. പറ, കേക്കട്ടെ. ഒന്നുമില്ല. മനസ്സിലുള്ള സന്തോഷോ സങ്കടമോ എന്തോ ആണ് മരത്തിനോട് പങ്കുവെച്ചെന്ന് മനസ്സിലായി. അല്ല, മരത്തിനോട് ഇങ്ങനെ സംസാരിച്ചാ ഈ മരം ഇതിനൊക്കെ മറുപടി തരൂ? ഗിരിയേട്ടന്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഉണ്ടാക്കി തരൂ? ഇവിടെ വന്ന് ആരോടൊന്നില്ലാതെ എല്ലാം തുറന്നു പറയുമ്പോ മനസ്സിലുള്ള ഭാരമൊക്കെ ഇറങ്ങി പോകുന്ന പോലെ തോന്നും. ഗിരിയേട്ടാ, നമ്മളിവിടെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുകയാണ്. നമുക്കിടയിൽ അദൃശ്യമായൊരു അതിർവരമ്പും ഉണ്ട് എന്ന് കരുതി ഗിരിയേട്ടൻ ഒരിക്കലും എന്റെ പഴയ ഗിരിയേട്ടൻ അല്ലാതാവുന്നില്ല.
ഗിരിയേട്ടന്റെ മനസ്സിന് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഗിരിയേട്ടന് അതെന്നോട് തുറന്നു പറയാം. അല്ലാതെ എല്ലാ വിഷമം കൂടി ഗിരിയേട്ടൻ ഒറ്റയ്ക്ക് മനസ്സിലെടുത്ത് വെക്കരുത്. എന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി എനിക്ക് കൂട്ടായി നിൽക്കുന്ന ആളാണ് ഗിരിയേട്ടൻ. അപ്പൊ ഗിരിയേട്ടന്റെ വിഷമങ്ങളും ഞാൻ മനസ്സിലാക്കണ്ടേ? എന്റെ കാര്യത്തിൽ ഗിരിയേട്ടൻ കാണിക്കുന്ന കരുതൽ ഗിരിയേട്ടന്റെ കാര്യത്തിൽ എനിക്കുണ്ട്. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം താൽക്കാലികമാണെങ്കിലും ഗിരിയേട്ടന്റെ മനസ്സ് കാണാൻ എന്നും ഞാനുണ്ടാവും. സത്യം. അതെ, ഇനിയും ഇവിടെ നിന്ന് മഞ്ഞുകൊണ്ട് പനി പിടിക്കണ്ട. വാ, വീട്ടിലേക്ക് പോ. അയ്യോ, ഞാൻ അടച്ചോളാം. കുഴപ്പമില്ല, വേണ്ട. ഞാൻ കരുതി പാറു കിടന്നിട്ടുണ്ടാവുന്നു. ഏയ്, ഗിരിയേട്ട, ഗിരിയേട്ടൻ ഇവിടെ കിടക്ക്, ഞാൻ നിലത്ത് കിടന്നോളാം. അതൊന്നും വേണ്ട, പാറു കട്ടിൽ കിടന്നാൽ മതി. അല്ല, കൈക്ക് മുറിവ് പറ്റിയിരിക്കല്ലേ, ദേഹത്തൊക്കെ നല്ല വേദന ഉണ്ടാവും. ഇതും വെച്ച് എങ്ങനെയാ നിലത്ത് കിടക്കുക? കട്ടിലിൽ കയറി കിടക്ക്. വേണ്ട പാറു, എനിക്ക് അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാന്നേ. ഗിരിയേട്ട, അത് പാറു, ഞാൻ പറയുന്നേക്ക്. ഇതില് വിഷമം വിചാരിക്കൊന്നും വേണ്ട. ഗിരിയേട്ട, ഈ മുറിവ് ഉണങ്ങുന്നവരെങ്കിലും ഗിരിയേട്ടന് കട്ടിലിൽ കിടന്നൂടെ? ഇവിടെ കിടന്നാൽ എനിക്ക് കുഴപ്പമൊന്നും പറ്റില്ല. നീ നന്ന, ഞാൻ ശ്രദ്ധിച്ചോളാം. ആറ് കിടക്ക്. ചെല്ല്, കുഴപ്പമില്ല. ചെല്ല്. എനിക്ക് വേണ്ടിയല്ലേ ഗിരിയേട്ടനെല്ലാം അനുഭവിച്ചത്? എന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചോണ്ടല്ലേ ഗിരിയേട്ടൻ ഈ വേദന മുഴുവൻ അനുഭവിക്കുന്നത്? പാറുവിനെ ആരെങ്കിലും ഉപദ്രവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നോക്കിക്കാൻ പറ്റുമോ? കൊടുത്തത് കുറഞ്ഞു പോയെന്നുള്ളതാ എന്റെ മനസ്സിൽ. ഇതിനെല്ലാം ഞാൻ എങ്ങനെയാ ഗിരിയേട്ടനോട് നന്ദി പറയണ്ടേ?